ഇന്നത്തെ റെസിപ്പി ചൈന ഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഇപ്പോൾ ഞാനിത് കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു തിക്നെസ്സായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ചെറിയ പുഡിംഗ് ട്രേയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 4 ബ്രെഡ് എടുത്തിട്ടുള്ളൂ. ഇനി ഇത് പുഡിംഗ് ട്രേയിൽ എല്ലാ ഭാഗവും ഫില്ല് ചെയ്യുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. കസ്റ്റാർഡ് മിക്സ് മുഴുവനായും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. എന്നാലേ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടെക്സ്ചറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ഈസി അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്